أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ ആയത്ത് 256. അർത്ഥം: അല്ലാഹു അവനല്ലാതെ മറ്റൊരാരാധ്യനുമില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും സ്വയം നിലനിൽക്കുന്നവനും എല്ലാത്തിനെയും നിലനിർത്തുന്നവനുമാകുന്നു. മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് എല്ലാം അവൻ്റേതാകുന്നു. അവൻ്റെ അനുമതി കൂടാതെ അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവൻ ആരുണ്ട്? അവരുടെ മുൻപിലുള്ളതും പിൻപിലുള്ളതും എല്ലാം അവൻ അറിയുന്നു. അവൻ്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചതല്ലാതെ യാതൊന്നും അവർ പ്രവർത്തിക്കുന്നില്ല. അവൻ്റെ സിംഹാസനം ആകാശങ്ങളിലും ഭൂമിയിലും വ്യാപിച്ചു നിൽക്കുന്നു. അവയുടെ സംരക്ഷണം അവനെ ക്ഷീണിപ്പിക്കുന്നില്ല. അവൻ അത്യുന്നതനും മഹാനുഭാവനുമാകുന്നു. സയ്യിദ്നാ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു: ഈ ആയത്തുകളിൽ അള്ളാഹു ആദ്യമേ തന്നെ മനുഷ്യൻ്റെ ശ്രദ്ധ ചെലുത്തുന്നത് അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ എന്നതിലേക്കാണ്. അതായത്, നീ അള്ളാഹുവിലേക്ക് നോക്കൂ, അവൻ മാത്രമാണ് നിന്റെ ആരാധ്യൻ, അവനല്ലാതെ നിനക്ക് മറ്റൊരു ആരാധ്യനുമില്ല. ഹുസൂർ പറയുന്നു, ഈ ലോകത്ത് ഏതൊരു വസ്തുവിൻ്റെ മൂല്യം നിശ്ചയിക്കപ്പെടുന്നത് അതിൻ്റെ അപര്യാപ്തത മൂലമാണ്. ഉദാഹരണത്തിന്, വെള്ളം വളരെ അത്യാവശ്യമാണ്. എന്നാൽ ആളുകൾ അത് സൂക്ഷിച്ചു വെക്കാറില്ല. കാരണം എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും അത് ലഭിക്കുമെന്ന് അവർക്കറിയാം. അതുപോലെ തന്നെ വായുവും വളരെ അത്യാവശ്യമുള്ളതാണ്. എന്നാൽ ആരും അത് ശേഖരിച്ചു വെക്കാറില്ല. കാരണം ആവശ്യമുള്ളപ്പോൾ അത് ലഭിക്കാറുണ്ട്. എന്നാൽ സാധാരണ രീതിയിൽ ലഭിക്കുന്ന ഈ വെള്ളം തന്നെ ഒരിറ്റു വെള്ളം പോലും ലഭിക്കാത്ത ഒരു കാട്ടിൽ വെച്ച് മനുഷ്യൻ്റെ പക്കലുണ്ടെങ്കിൽ അതവന് വളരെ പ്രിയപ്പെട്ടതും പ്രാധാന്യമർഹിക്കുന്നതുമായി മാറുന്നു. അതുകൊണ്ട് ഓരോ വസ്തുവിൻ്റെയും വില അതിൻ്റെ ആവശ്യകതകൾക്കനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുന്നു. ധാന്യങ്ങൾ സമൃദ്ധമായി ലഭിക്കാറുള്ളപ്പോൾ അതിൻ്റെ വില കുറയുകയും എന്നാൽ അതിൻ്റെ ലഭ്യത കുറയുമ്പോൾ വില വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ ഈ ലോകത്ത് പല ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നിനെ കിട്ടിയില്ലെങ്കിൽ മറ്റൊന്നിനെ ആശ്രയിക്കാമെന്ന് ആളുകൾക്ക് പറയാൻ സാധിക്കുമായിരുന്നു. അള്ളാഹു പറയുന്നു, അവൻ ഏകനാണ്. ഇനി അവനെ ഉപേക്ഷിച്ച് മറ്റൊന്നിനെ അന്വേഷിച്ച് കണ്ടെത്താമെന്ന് ആരെങ്കിലും കരുതിയാൽ അതൊരിക്കലും സാധ്യമല്ല. കാരണം അള്ളാഹു ഒന്നേ ഉള്ളൂ. രണ്ടോ മൂന്നോ അല്ലോ ലക്ഷക്കണക്കിന് ദൈവങ്ങളായിട്ടില്ല. അള്ളാഹു ഒന്നേ ഉള്ളൂ എങ്കിൽ അവനെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് എവിടെയും പോകാൻ കഴിയുകയില്ല. മാത്രവുമല്ല, എല്ലാ സമയത്തും നിങ്ങൾക്ക് അവൻ്റെ ആവശ്യമുണ്ട്. ഓരോ നിമിഷവും ഓരോ ഘട്ടവും നിങ്ങൾ അവനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം അവർക്ക് പല ദൈവങ്ങളാണുള്ളത്. ആ ദൈവങ്ങൾ തമ്മിൽ തർക്കങ്ങളും ഉണ്ടാകാറുണ്ട്. ശിവൻ ഒരാളോട് കോപിച്ച് അയാളെ കൊന്നുകളഞ്ഞു. എന്നാൽ അയാൾ ബ്രഹ്മാവിന് പ്രിയപ്പെട്ടവനായിരുന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ സൃഷ്ടാവാണ്, ഞാൻ ഇയാളെ ജീവിപ്പിക്കും. അങ്ങനെ ബ്രഹ്മാവ് അയാൾക്ക് ജീവൻ നൽകി. എന്നാൽ ശിവൻ വീണ്ടും അയാളെ കൊന്നു. ബ്രഹ്മാവ് വീണ്ടും ജീവിപ്പിച്ചു. ചുരുക്കത്തിൽ ശിവനും കൊല്ലുകയും ബ്രഹ്മാവ് ജീവിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതായിരുന്നു അവരുടെ ഇടയിലുള്ള തർക്കം. ഇതൊക്കെ ഹിന്ദുക്കളുടെ സങ്കല്പങ്ങളാണ്. എന്നാൽ നമുക്ക് കൊല്ലാനും ജീവിപ്പിക്കുവാനുമായി പ്രത്യേകം ദൈവങ്ങളില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ തർക്കങ്ങളുമില്ല. ഒരാൾ കോപിച്ചാൽ മറ്റൊരാൾ പ്രസാദിക്കുന്ന അവസ്ഥയും അതുകൊണ്ടുണ്ടാകുന്നില്ല. ഹുസൂർ പറയുന്നു, ഒരു ജോലിക്കാരന് തൻ്റെ യജമാനനോട് ഞാൻ ഇവിടെ ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോകാൻ കഴിയും.
കാരണം അവന് മറ്റെവിടെയെങ്കിലും ജോലി ലഭിക്കും. എന്നാൽ അള്ളാഹുവിനോട് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അവൻ ഒന്നേ ഉള്ളൂ, അവനൊരു യജമാനൻ മാത്രമാണ്. അവനല്ലാതെ മറ്റൊരു യജമാനനും നമുക്കില്ല. കൂടാതെ നമ്മുടെ ദൈവം ജീവനുള്ളതും അതേപോലെ അവൻ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നവനുമാണ്. അതിൻ്റെ അടയാളങ്ങളും അവൻ കാണിച്ചു തരികയും ചെയ്യുന്നു. കാരണം അവൻ ഹയ്യുൽ ഖയ്യൂമാണ്, എന്നെന്നും ജീവിക്കുന്നവനും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനുമാണ്. ലാ തഖുദുഹു സിനത്തും വലാ നൗം, അവന് മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല. മയക്കമോ ഉറക്കമോ ബാധിക്കാത്തതിനാൽ അവൻ്റെ അടയാളങ്ങളും ഒരിക്കലും അവസാനിക്കുകയില്ല. ഇത്തരത്തിലുള്ള ഒരു ദൈവവുമായി മനുഷ്യൻ ബന്ധം സ്ഥാപിക്കുമ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ ആ ദൈവം തന്നെ ഏറ്റെടുക്കുകയും അവൻ്റെ സഹായത്തിനായി എപ്പോഴും അസാധാരണമായ അടയാളങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു രസകരമായ സംഭവം ഹുസൂർ വിവരിക്കുന്നുണ്ട്. ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹുവിൻ്റെ പക്കൽ ആളുകൾ തങ്ങളുടെ സൂക്ഷിപ്പ് മുതലുകൾ അമാനത്തുകൾ എന്നോണം ഏൽപ്പിക്കാറുണ്ടായിരുന്നു. ആളുകൾ ആവശ്യപ്പെടുമ്പോൾ അത് തിരിച്ചു നൽകുകയും അതുപോലെ തന്നെ ആവശ്യാനുസരണം അദ്ദേഹം അതിൽ നിന്ന് ചിലവഴിക്കാറുമുണ്ടായിരുന്നു. ഒരു വ്യക്തി ഒരു ദിവസം അദ്ദേഹം ഹുസൂറിൻ്റെ അടുത്ത് നൽകിയിരുന്ന പണം തിരിച്ചു ചോദിച്ചു വരികയുണ്ടായി. എന്നാൽ അന്ന് ഹുസൂറിൻ്റെ പക്കൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ സമയത്ത് തന്നെ ഹുസൂറിൻ്റെ അടുത്ത് മറ്റൊരാൾ ചികിത്സയ്ക്ക് വരികയും ഒരു പൊതിയിൽ കുറച്ച് പണം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ഇതുപോലെ തന്നെ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു ഒരു പഴയ മഹാനായ ഒരു വ്യക്തിയുടെ കഥ കേൾപ്പിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു കടക്കാരൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഇത്ര രൂപ തരാനുണ്ട്, അതിന് ഇത്രയും കാലതാമസം നേരിട്ട് കഴിഞ്ഞു, ഇനി എൻ്റെ പണം തന്നേ തീരുവെന്ന്. അപ്പോൾ അദ്ദേഹം അതിന് മറുപടിയായിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പക്കൽ ഇപ്പോൾ പണമൊന്നുമില്ല, എനിക്ക് പണം കിട്ടുമ്പോൾ ഞാൻ താങ്കൾക്ക് എത്തിക്കുന്നതാണ് എന്ന്. എന്നാൽ ആ കടക്കാരൻ അത് കേൾക്കാൻ കൂട്ടാക്കാതെ ബഹളം വെക്കുവാൻ തുടങ്ങി. അതിനിടയിൽ ഹലുവ വിൽക്കുന്ന ഒരു കുട്ടി അവിടെ വരികയുണ്ടായി. ആ ബുസുർഗായിട്ടുള്ള വ്യക്തി ആ കുട്ടിയിൽ നിന്ന് 8 അണയ്ക്കുള്ള ഹലുവ വാങ്ങുകയും ആ ഹലുവ ആ കടക്കാരന് കൊടുക്കുകയും അദ്ദേഹം അത് കഴിക്കുകയും ചെയ്തു. കുട്ടി തൻ്റെ ഹലുവയുടെ പണം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ആ കുട്ടിയോട് പറഞ്ഞു, നിനക്ക് ഞാൻ 8 അണയാണ് തരേണ്ടത്, എന്നാൽ എൻ്റെ പക്കൽ 2 അണ പോലുമില്ല. ചുരുക്കത്തിൽ ആ കുട്ടിയും ആ കടക്കാരനും ബഹളം വെക്കുവാൻ തുടങ്ങി. എന്നാൽ ആ ബുസുർഗായിട്ടുള്ള വ്യക്തി വളരെ ശാന്തനായി തൻ്റെ സ്ഥലത്ത് തന്നെ ഇരുന്നു. അതിനിടയിൽ ഒരാൾ വന്ന് തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൊതി എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് നൽകി. എന്നിട്ട് പറഞ്ഞു, ഇന്ന ധനികനായിട്ടുള്ള ആള് താങ്കൾക്ക് സമ്മാനമായി നൽകിയതാണ് എന്ന്. അങ്ങനെ ആ ബുസുർഗായ വ്യക്തി ആ പൊതി തുറന്നു നോക്കിയപ്പോൾ അതിൽ ആദ്യം കടക്കാരൻ ചോദിച്ച അത്രയും പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബുസുർഗായിട്ടുള്ള വ്യക്തി പറഞ്ഞു, ഇതെൻ്റെ പൊതിയല്ല, ഇത് തിരികെ കൊണ്ടുപോയിക്കൊള്ളുക. ഇത് കേട്ട് പണം കൊണ്ടുവന്ന ആള് തൻ്റെ പോക്കറ്റിൽ നിന്ന് മറ്റൊരു പൊതി എടുത്തുകൊണ്ട് പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിയതാണ്, ഇതാണ് താങ്കൾക്കുള്ള പൊതി. അങ്ങനെ അദ്ദേഹം ആ പൊതി തുറന്നു നോക്കുമ്പോൾ ആദ്യം കടക്കാരന് ആവശ്യപ്പെട്ടു വന്ന അത്രയും തുകയും അതുകൂടാതെ ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള 8 അണയും അതിലുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ജീവനുള്ള ദൈവം തൻ്റെ ദാസന്മാർക്കായിട്ട് അവരുടെ സഹായത്തിൻ്റെ അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുന്നതാണ്. ഈ ആയത്തിൻ്റെ തഫ്സീർ തുടരുന്നതാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.